വിൻസർ ടൗണിൽ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവരുടെ ഒരു വിൻസർ കാസിൽ ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വിൻസർ കാസിൽ മ്യൂസിയം ഉണ്ട് കേട്ടോ. നമ്മൾ മ്യൂസിയത്തിനകത്തോട്ട് കയറുന്നില്ല. ഇവിടെ ഇതാണ് ഇവിടുത്തെ ടൗണ്. നോർമൽ ടൗണാണ്. നമുക്ക് എന്നാലും ഇവിടെ നിന്ന് നടക്കണം. ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇവിടുത്തെ വിൻസർ കാസിലും അതുപോലെ തന്നെ ഈ ടൗണിലെയും കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ട് ഇവിടുത്തെയൊക്കെ ഒരു ബിൽഡിങ്ങുകളിലെല്ലാം ഇതുപോലെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സമ്മർ ആയതുകൊണ്ട്. പക്ഷെ ഇന്ന് നല്ല കാലാവസ്ഥയായിട്ട്. ഇന്നലെ ഭയങ്കര മോശം കാലാവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും കൊള്ളാം. അല്ലാണ്ട് അവിടെയായിട്ടും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ TK Maxxന്റെ ഒരു കടയുണ്ട്. നമുക്കതെല്ലാം അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അടിപൊളി. മുറ്റത്തേക്ക് ഇറക്കിയിട്ട ചെയറുകളിൽ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ട് ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ലെബനീസ് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു TK Maxx കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്നാൽ പിന്നെ എനിക്കൊരു ജാക്കറ്റ് എടുത്തേക്കാം. വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എനിക്ക് പിന്നെ പനിയും പിടിച്ചു. നമ്മളങ്ങനെ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ളതുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഈ ഒരു ജാക്കറ്റിനൊക്കെ 59-60 പൗണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നോക്കി. ഇത് 89 പൗണ്ടിൻ്റെ ജാക്കറ്റുകൾ. നല്ല കൂടിയ ബ്രാൻഡുകളുടെ ഉണ്ട്. ടോമി ഹിൽഫിഗറിൻ്റെ ഇതിനൊക്കെ 150 പൗണ്ടാണ്. നമുക്ക് ഇതിനകത്തൊന്ന് നോക്കി ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ജാക്കറ്റ് എടുക്കാം. 60 പൗണ്ടിൻ്റെ സാധനമാണ്. ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് വിൻസർ കാസിൽ കേട്ടോ. ആ കാസിലിനകത്ത് നമ്മൾ കയറുന്നില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ പുറത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് വിൻസറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും പഴയ ചരിത്രവും പറയുന്ന ഒരു ആലേഖനം ചെയ്തിട്ടുള്ളൊരു മെറ്റൽ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വിൻസറിൻ്റെ തെരുവുകളിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമുക്ക് ഈ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ബിഗ് ബസ്സിൻ്റെ നമ്മൾ ഡബ്ലിനിൽ നമ്മൾ ലണ്ടനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ എടുക്കും. അത് നമ്മൾ ഇതിൻ്റെ ഒരു ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ക്രൂയിസ്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാനാണ് നമ്മൾ കരുതുന്നത്. ഇതുണ്ട് ഒരുപാട് പേരുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ഒരുപാട് കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വൈൻ ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് വിൻസർ കാസിലിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. കണ്ടോ, ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ വിൻസർ കാസിലിൻ്റെ ഒരു മതിലാണ്. നമ്മൾ ഇതിനകത്ത് കയറുന്നില്ല. ഒത്തിരി പേര് ടൂറിസ്റ്റുകൾ ഇതിൻ്റെ പുറത്തായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള കാഴ്ച കാണുന്നുള്ളൂ. നമുക്ക് അതിനുള്ള ടൈമില്ല നമുക്ക് അകത്ത് കയറാനുള്ള. വിൻസർ കാസിലിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം മേൽക്കൂരകൾക്കും അതിൻ്റെ കെട്ടിടങ്ങൾക്കും എല്ലാം പ്രത്യേകതര ഒരു ഭംഗിയാണ്. നമ്മൾ ഈ കാണുന്ന കാസിൽ 11-ാം നൂറ്റാണ്ടിൽ വില്യം കോൺക്വർ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് പണി കഴിപ്പിച്ചതാണിത്. ഇതിന് യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള വലിയ ചരിത്രം പറയുന്ന ഒരു കാസിലാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും റോയൽ റെസിഡൻസ്, യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന റോയൽ റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 1000 റൂമുകൾ അതുപോലെ തന്നെ 300-ലധികം ടോയ്ലറ്റ് ഇതിനകത്തുണ്ട്. അത്രയും വളരെ വലിപ്പമാർന്നിട്ടുള്ള ഒരു കാസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിൻസർ കാസിൽ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വിൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൗണിൽ, അത് ഈ കാസിൽ ആദ്യം വരികയും പിന്നീടാണ് ഈ കാസിലിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വന്നിട്ട് ഈ പ്രദേശം ഒരു ടൗൺ ഇവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 11 ഏക്കർ സ്ഥലത്ത് മുഴുവനായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാസിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളകത്തേക്ക് അതിന് കോമ്പൗണ്ടിലേക്ക് നടന്നു കയറുകയാണ്. നമുക്ക് കോമ്പൗണ്ടിൽ കയറാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ സെക്യൂരിറ്റി പോലീസുകാരൊക്കെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം UK ഫ്ലാഗ്. ഈ ഭാഗത്തായിട്ട് നോക്കുമ്പോൾ UK ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വിസിറ്റർ എൻട്രൻസ് ഈ ഭാഗത്തായിട്ട് കാണാം. അതുകൊണ്ട് കയറാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരാളിനെ അനുസരിച്ച് മാത്രമേ അകത്തേക്ക് കയറ്റി എടുത്തുള്ളൂ. 33 pound per adult. Yeah, per person. Per person. So, ആവശ്യമുണ്ടോ കയറണോ? I don't think so. It's too expensive to get into the palace just for 33 pound. നമുക്ക് ഇവിടുന്ന് 4 ഫോട്ടോ എടുക്കാം. 4 ഫോട്ടോ എടുത്താൽ മതിയാവോ? മതി. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് 4. ഇതിന്റെ ചരിത്രം എന്നറിയാവോ? എന്താ വില്യം കോൺഗൻ എന്ന് പറഞ്ഞ ഒരാൾ 11-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണിത്. ഇതിനകത്ത് 1000 റൂമും 300 ടോയ്ലറ്റും ഉണ്ട്. 13 ഏക്കർ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. ഞെട്ടിയാ? 300 ടോയ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആരാ ഉപയോഗിക്കുന്നത്? അല്ല അങ്ങനല്ല. നിങ്ങൾ ഇതിനകത്ത് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എല്ലായിടത്തും കയറാന്നുള്ള നിങ്ങളുടെ വെറും ധാരണ. ഇതിനകത്തൊരു മ്യൂസിയം കാണും. സംഭവിക്കുന്നത് ഇതിനകത്തൊരു മ്യൂസിയം കാണും. നമുക്ക് കയറാൻ പറ്റുന്ന ചില സ്ഥലങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ ചുറ്റിച്ചിട്ട് തിരിച്ചിറക്കി വിടും. പട്ടാളക്കാർക്കുമായിട്ടും പിന്നെ ജയിലായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലമായത്. ജയിലിന്റെ ഒരു പഴയ കാലഘട്ടത്ത് ഹിസ്റ്ററി. ഇതാ ലൂക്ക് പാല് കുടിച്ചു വേണോടാ?
പാല് പിടിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഇവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് കയറുന്നില്ല, 33 പൗണ്ടായതുകൊണ്ട് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കൊന്നും സമയവുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് വിൻസർ കാസ്റ്റിലിൻ്റെ അതിൻ്റെ പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് പബ്ബുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ബിയറൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാം. ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. ഓ, കിടിലം പാർക്ക് കേട്ടോ. ഇവിടെ പാർക്കിങ്ങും എല്ലാം ഉള്ള ഒരു സ്ഥലം, വിൻസർ ഗ്രേറ്റ് പാർക്ക്. ശരിക്കും വിൻസർ കാസ്റ്റിലിൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നടക്കും. അങ്ങ് ദൂരെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടോ, അങ്ങ് ദൂരെ അതുപോലെ വൈഡാണ്. ഇതുവഴി കേട്ടോ വണ്ടിയൊക്കെ പോകുന്നതൊന്ന്. ഇതാണ് ഫ്രണ്ട് ഭാഗം, ഇതാണ് കൊട്ടാരം. അപ്പം നമ്മളങ്ങനെ വിൻസർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കൊള്ളാം. ഈ കാണുന്നതാണ് വിൻസർ കൊട്ടാരം. ഒരുപാട് മരങ്ങളും ഗാർഡനാണ് കേട്ടോ. ഗാർഡനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതിനകത്തൂടെ പട്ടികമായിട്ട് ആരോ ഒരാൾ നടക്കുന്നുണ്ട്. എല്ലാ ഷെയ്ഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തത് എൻ്റെ ഫോട്ടോ ആരും എടുക്കും. അപ്പോൾ നമ്മൾ തിരികെ നടക്കുകയാണ്. ഒരു കിടിലം വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ബെല്ലിയുടെ ആണെന്ന് തോന്നുന്നു. പൊളി വണ്ടി. ഇത് ഇവിടുത്തെ UK-ലും അയർലൻഡിലും ഒക്കെയുള്ള യൂറോപ്യൻ കൺട്രികളിലുള്ള ഒരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിൻസർ കാസ്റ്റിലിൻ്റെ 2 സൈഡും കണ്ട് നമ്മൾ നടക്കുകയാണ്. നമ്മളിനി നോക്കുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട്, ഈ കരയിലോടുന്ന വണ്ടി വെള്ളത്തിലിറങ്ങി ട്രാവൽ ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതല്ലാതെ ഒരു ബോട്ട് ക്രൂയിസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. തണുപ്പുണ്ട് കേട്ടോ, അതാ ജാക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മളങ്ങനെ വിൻസറിലെ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഫുഡിൻ്റെ കട കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് സ്ട്രീറ്റിൻ്റെ ഒരു സ്ഥലത്ത് ക്രിസ്പി ദോശ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഇന്ന് കഴിക്കാം. ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. ഇവർ താലിയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചമ്മന്തി അല്ല അടിപൊളി. എനിക്ക് 3 ഇഷ്ടപ്പെട്ടു. ബോട്ടിങ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 600 മീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടന്ന് ചെന്ന് ക്രൂസിൽ കയറുന്നു. ഇവിടെയായിട്ട് ഇതിനെ നദിയാണ്. നമ്മൾ എവിടെയാണ് ബോട്ടിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയായിട്ടെല്ലാം പാർക്കാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേനും അങ്ങ് ദൂരെ നിന്ന് ഒരു ബോട്ട് ക്രൂയിസ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ അതുപോലെ തന്നെ ഉള്ള ഒരു ട്രിപ്പിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് കുറച്ചുകൂടെ ദൂരം അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കഴിയുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ആ ഭാഗത്തായിട്ട് ബോട്ട് ക്രൂയിസിൻ്റെ ഓപ്പണിംഗ് എൻട്രൻസ് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ ഒരു റിവർ. ഇവിടെ വന്നപ്പോഴത്തേന് നല്ല ഇഷ്ടംപോലെ സ്വാനുകളെ കണ്ടോ. ഇത് കണ്ട് അടിപൊളി സ്വാനുകൾ. അതിങ്ങനെ ഒഴുകി പറന്ന് നടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് പിടിക്കാനും സാധിക്കില്ല. നല്ല സൂപ്പർ കാഴ്ച. അതുണ്ട് താറാവുണ്ട്, സ്വാനുകളുണ്ട്. നമ്മൾ ഈ നദിക്കരയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് സ്വാനിനെ കണ്ടുകൊണ്ട്. അല്ല, ബ്രേ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടാണ്. ബോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രിപ്പ് കഴിയുമ്പോൾ നമ്മളാണ് അതിൽ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള തേംസ് റിവറിലൂടെയാണ് നമ്മൾ ബോട്ടിങ് നടത്താൻ പോകുന്നത്. ക്രൂയിസ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 12 പൗണ്ട് വെച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട് ഇവരിവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫീഡ് ചെയ്തെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിൻസർ കാസ്റ്റിൽ എത്തിയിട്ട് നമ്മളിവിടെ ബോട്ടിൽ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ഇതിനകത്ത് ബാറ് ഇങ്ങനെ ഇതിനകത്തിരിക്കാം. ഇനി വേണമെങ്കിൽ മേളിലും പോകാം. നമുക്ക് മേളിലോട്ട് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ എൻജിൻ റൂമൊക്കെ ഇവിടെയാണ്. ഇത് പക്ഷേ സാധാ ചെയർ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ താഴെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു സുഖമില്ല ഈ ചെയർ ഒരു സുഖമില്ല. താഴെ ഇരിക്കാം. നമുക്കിതിൻ്റെ ഒരു ബ്രോഷറുണ്ട്. ബ്രോഷർ നമുക്ക് നോക്കാം. താഴേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ഇവിടെ ഇരിക്കുന്നതിനും ഭേദം എനിക്ക് താഴെ ഇരിക്കുന്നത് താഴെ കുറച്ചുകൂടെ നല്ലത്. ട്രിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ സാധനം മേടിക്കാം. നമുക്കല്ലേ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മളേതായാലും മേളിൽ പോയി നോക്കി. അതിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതാണ്. അല്ല, ഇവിടെ അല്ലേ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഇവിടെ പുറത്തുനിന്ന് വെയിലടിച്ചിട്ട് മൊത്തം ക്ലിയർ ആയിട്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഈ ഫ്രണ്ടിലേക്ക് വന്ന് ഇരിക്കാൻ പോവുകയാണ്. മേഡം ഇവിടെ വന്നിരുന്നതാണ് നേരത്തെ. ആണോ? ഈ ഒരു വ്യൂ കിട്ടും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നമ്മുടെ അന്നേരം ബോട്ടിംഗ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ബോട്ടിംഗ് നമ്മുടെ തെംസ് നദിയിലൂടെ നമ്മൾ ആരംഭിച്ചു. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലിക്കറോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോഫിയോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുള്ളത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർ വന്ന് നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്തു. നമ്മളിങ്ങനെ തെംസ് നദിയുടെ നടുക്കൂടെ ഈ ബോട്ടിൽ ഒരു 40 മിനിറ്റോളം ഇതുപോലെ ട്രാവൽ ചെയ്യും.
അതും ഇതുപോലെ തന്നെ സ്വാനും കാര്യങ്ങളും എല്ലാം അതിനെല്ലാം ഇരുവശങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ അരമണിക്കൂർ കൂടുമ്പോൾ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. രാവിലെ 10 മുതൽ 5 മണി വരെ ഈ സമയത്തൊക്കെ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ മറ്റേ ബോട്ടിങ്ങിനെ നമ്മളെ പാസ് ചെയ്ത് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇത് പല കമ്പനികളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈവറ്റ് കമ്പനികളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ഇരുവശങ്ങളിലൂടെ ചെടികളും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് മരങ്ങളും ഒക്കെ വളർന്നു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ശകലം കൂടെ കയറി കഴിഞ്ഞാൽ വെള്ളം കര കയറുന്നത്. അതുപോലെയാണ് ഈ നദിയുടെ ഇരുകരകളിലും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല തെളിച്ചമുള്ള നല്ല വെള്ളം കേട്ടോ. നല്ല തെളിച്ചമുള്ള വെള്ളം, അതുപോലെ തന്നെ നല്ല വൃത്തിയാണ്. ഇവിടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിടപ്പില്ല. ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും യാത്രയിൽ കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പഴയ കാലം ഏതോ ഒരു റെയിൽവേ ബ്രിഡ്ജാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ, വിൻസർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ട്രെയിൻ കടന്നു പോകുന്ന ഒരു പാലമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പാലത്തിന് വലിയ ഗേഡറുകൾ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചതാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറേ ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നു. നമ്മൾ ഈ ആലപ്പുഴ കുട്ടനാട് വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇതേ ഒരു വൈബാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടുകളുണ്ട്. എനിക്കത് വിൻസർ കാസിലിൻ്റെ അതിൻ്റെ ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വശങ്ങളിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഈ നദിക്ക് വളരെയധികം വീതിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഇത്രയും ദൂരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു ഡെക്കിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഏകദേശം 45 മിനിറ്റോളം തെംസ് നദിയിലൂടെ വളരെ ശാന്തസുന്ദരമായി നമ്മൾ ട്രാവൽ ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. കുറേ ചിത്രീകരിക്കാൻ പറ്റി, കുറച്ചൊക്കെ നമുക്ക് ക്ഷീണം കാരണം ചിത്രീകരിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരികെ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും വീട്ടിലേക്ക് എത്തി. അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങളെ അങ്കിള് വോൾവർഹാംപ്ടണിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവിട്ടു. താങ്ക് യു സോ മച്ച് അങ്കിൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. അങ്കിള് പോയി. അപ്പോൾ വലിയൊരു ഹെൽപ്പായിരുന്നു. നമ്മളിവിടെ വന്ന് സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 6:20 നമ്മുടെ ട്രെയിന്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇവിടെ നിന്ന് നേരെ റെഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് കണക്റ്റഡ് ആയിട്ട് ബിർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. വോൾവർഹാംപ്ടണിൽ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ ക്രോസ് കൺട്രി ട്രെയിനിലാണ് നമ്മൾ വന്നത്. നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആൻറ്റി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വോൾവർഹാംപ്ടണിൽ എത്തിയിരിക്കുകയാണ്. പുറത്തെത്തി വീട്ടിലേക്ക് പോവുകയാണ്. ട്രാം കിടപ്പുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുത്തിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാൽ അതിലേക്ക് എല്ലാവരും ബൈ.